Hey guys, welcome back to my channel. So actually ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചെടുക്കുന്നതൊന്നുമല്ല. ഞാൻ പുറത്ത് പോകാൻ വേണ്ടി റെഡി ആയതാണ്. അപ്പോഴത്തേക്കുമാണ് റാൻഡമായിട്ട് ഞാനൊരു കാര്യം ഓർത്തത്. നെക്സ്റ്റ് മന്ത് ആകുമ്പോൾ 1 year ആവും. ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ട് 1 year ആവും. ആൻഡ് ഐ നോ ഇപ്പം ഞാൻ ഇട്ട വീഡിയോസും ഷോർട്സിൻ്റെ എണ്ണമൊക്കെ നോക്കുമ്പോൾ ഭയങ്കര കുറവാണ്. ഒരു വർഷം ഇത്രമേ ഇട്ടുള്ളൂ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇറ്റ്സ് 1 year ഗൈസ്. ഞാൻ ആദ്യം ഇത് സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ ഞാൻ എക്സ്പെക്ട് പോലും ചെയ്തിട്ടില്ല ഞാനിത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകുന്നു. ഞാൻ വിചാരിച്ചു ഒരു 2-3 മാസം ഇടുമായിരിക്കും എൻ്റെ ഒരു ഇതില്ല. പക്ഷേ ഞാൻ ഒത്തിരി ഇമ്പ്രൂവ് ആയിട്ടുണ്ട് ഗൈസ്, ഒത്തിരി ഞാൻ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ഒരുപാട് പേരെടുത്ത് താങ്ക്സ് പറയാനുണ്ട്. ഒരുപാട് പേര് ചേഞ്ച് ആയിട്ടുണ്ട് ഗൈസ്, ഒരുപാട് പേര്. ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഈ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ എനിക്കൊരു ഐഡിയ എങ്ങനെ വന്നു, ഞാൻ റവന്യൂവിന് വേണ്ടി ചെയ്യുന്നത് അങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ ഗൈസ്. ഞാൻ ആദ്യം ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ ഞാൻ ഇപ്പം ഞാൻ ഉള്ള മെമ്മറീസൊക്കെ ഉണ്ടല്ലോ, ഈ മെമ്മറീസൊക്കെ എൻ്റെ ഇപ്പം നമ്മൾ ഫോൺ മാറ്റുക അല്ലെങ്കിൽ മൊബൈലിൽ സ്റ്റോറേജോ ജിമെയിലിൽ സ്റ്റോറേജ് SD കാർഡിലൊക്കെ ഫുള്ളായിട്ട് നമ്മൾ എപ്പോഴെങ്കിലും ഡിലീറ്റ് ചെയ്യേണ്ടി വന്ന് ഡിലീറ്റ് ചെയ്താലും ഇവിടെ നിന്ന് ഒരിക്കലും അത് പോകത്തില്ല. ഞാൻ എത്ര വർഷം, ഒരു 10 വർഷം കഴിഞ്ഞ് നോക്കിയാലും 10 വർഷത്തിന് മുമ്പുള്ള ഞാനാണ് ഞാൻ അതിശയപ്പെടുമായിരിക്കാം. അതൊക്കെ ഇങ്ങനെ കാണും. അപ്പോൾ അതിനു വേണ്ടി ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ് ഈ ഒരു ചാനൽ അല്ലെങ്കിൽ ഈ ഒരു യൂട്യൂബ് പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞത്. ഒരു ലൈഫ് സ്റ്റൈൽ ബ്ലോഗറാണ്. അതായത് ഞാൻ എൻ്റെ ഡെയിലി ഉള്ള കാര്യങ്ങൾ, എന്തെങ്കിലും ഒരു കോണ്ടന്റ് തന്നെ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് പോകുന്ന ഒരു അക്കൗണ്ട് ഒന്നുമല്ല. ചില അക്കൗണ്ട്സ് റോസ്റ്റിംഗ് എന്ന് പറഞ്ഞ ചില ചാനലുകളുണ്ട്. അവർ റോസ്റ്റിങ്ങിന് വേണ്ടി മാത്രം, അവർ ലൈഫ് സ്റ്റൈൽ വ്ളോഗേഴ്സ് അല്ലായിരിക്കും. ചില ചാനലുകൾ പ്രൊമോഷൻസിന് ലൈക്ക് പ്രോഡക്റ്റ്സ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചാനൽസ് ഒക്കെ ഉണ്ടായിരിക്കും. പക്ഷേ എൻ്റെ ചാനലിലെ കോണ്ടന്റ് എന്ന് പറയുന്നത് എൻ്റെ ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സ് തന്നെയാണ്. എനിക്ക് എല്ലാ കോണ്ടന്റ്സും ട്രാവൽ കാണും, ഫുഡ് വ്ളോഗ് കാണും, ചിലപ്പോൾ എൻ്റെ ഇപ്പം ഞാൻ കറണ്ടായിട്ട് ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾ എൻ്റെ എഡ്യൂക്കേഷൻ ബേസിസ് ആയിട്ടുള്ള എന്തെങ്കിലും കാണും. അങ്ങനെ എവറിത്തിങ് ഇൻ ബിറ്റ്വീൻ എൻ്റെ ബയോയിൽ പറയുന്നതൊക്കെ തന്നെ കാണും. പിന്നെ റീസെൻ്റ്ലി ഞാനിപ്പോൾ ഞാനിപ്പോൾ കോമ്പൻസേഷനൊക്കെ പോകുന്നുണ്ട്. എനിക്ക് ഡെയിലി 6 PM വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല, കാരണം വീട്ടിലെത്തുമ്പോഴേ 5:30 ആവും. പിന്നെ അതുകൊണ്ടാണ് ഗൈസ് ഞാൻ ഇടുമ്പോഴും ഒരു 7 മണിയൊക്കെ ആയി പോകുന്നത്. പക്ഷേ കോമ്പൻസേഷൻ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് സെറ്റ് നമുക്ക് കറക്റ്റ് 6 മണിക്കൊക്കെ അപ്ലോഡ് ചെയ്യാം. കോമ്പൻസേഷൻ വരാം, അപ്പം അങ്ങനെയൊക്കെ പോകാൻ പറ്റൂ. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ടിലോട്ട് ഞാൻ പോവുകയാണ്. അതായത് എൻ്റെ ഈ വീഡിയോ വ്ളോഗിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞ കണക്കിന് എല്ലാ ടൈപ്സ് വ്ളോഗ്സും ഉണ്ട്. സോ ഞാൻ മറ്റേ അഫാൻ്റെ ഒരു കേസ് ഫയൽ ഉണ്ട്, അപ്പം ഞാൻ അത് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇടാനുള്ള മെയിൻ റീസൺ എന്ന് വെച്ചാൽ എനിക്കത് ഭയങ്കരമായിട്ടൊന്നും എൻ്റെ മൈൻഡിലൊന്ന് സ്റ്റക്കായി. ലൈക്ക് ഞാൻ ആ വീഡിയോ ഇടണം എന്ന് എനിക്ക് തോന്നി, കാരണം ഭയങ്കരമായിട്ട് സ്റ്റക്കായി ഗൈസ് എനിക്ക് ആ ഒരു ഇൻസിഡൻറ്റ് എൻ്റെ മൈൻഡിൽ. അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇടണം എന്ന് തന്നെ വിചാരിച്ചു, അങ്ങനെ ഇട്ടു. ഒത്തിരി പേര് എൻ്റെ അടുത്ത് കൊള്ളാം, ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. കുറേ ആൾക്കാർ ലൈക്ക് എനിക്ക് ഓർമ്മയില്ല, കളിയാക്കി. ഓഫ് കോഴ്സ് അത് കാണും, കാരണം ഇതുപോലും ഓഫ് കോഴ്സ് അത് കാണും. കാരണം ഒരു 10-20 മിനിറ്റ് ഒരു വീഡിയോ ഒറ്റ സ്ട്രെച്ചിൽ ഒരു ക്യാമറ ഓണാക്കി വെച്ച് ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് ഒരു കാര്യം നടന്നൊരു കാര്യം റിയാലിറ്റിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ, ഇനി ആ അഫാൻ്റെ കേസിനെ വിട്ടോക്ക്, അല്ലെങ്കിൽ ഒരു വ്ളോഗ് തന്നെ എടുക്കുമ്പോൾ ഒരു 10 മിനിറ്റ് ഒരു ക്യാമറ ഓണാക്കി വെച്ചിട്ട് സംസാരിക്കാൻ പറയുമ്പോൾ സംസാരിച്ചിട്ട് അത് അപ്ലോഡ് ചെയ്യാൻ പോലും ധൈര്യത്തിൻ്റെ കാര്യം ഇവിടെ, അപ്ലോഡ് ചെയ്യാൻ പോലും ഇതില്ലാത്ത ആൾക്കാരായിരിക്കുമല്ലോ നമ്മളിത് ടീസ് ചെയ്യുന്നത് ഒരുപാട് പേര്. പിന്നെ കുറേ പേര് പറയുന്നുണ്ടായിരുന്നു നമ്മളുടെ വ്ളോഗ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് ഭംഗിയായിട്ട് ഒരുങ്ങി നിന്ന് ചെയ്യണം എന്ന്. നമ്മളിപ്പം വീട്ടിൽ നിൽക്കുന്ന കണക്ക് തന്നെ ചെയ്യണം എന്നില്ലല്ലോ. അപ്പം ഞാൻ ആക്ച്വലി വിചാരിച്ചത് യൂട്യൂബ് ഒരു 90% ലൈഫ് കാണിക്കുന്നുണ്ട്, 10% പ്രൈവറ്റ് ലൈഫാണ്, അത് കാണിക്കത്തില്ല. 90% കാണിക്കുന്നുണ്ടല്ലോ. സോ നമ്മൾ എല്ലാം കാണിക്കണമല്ലോ, അങ്ങനെ ജസ്റ്റ് കാണിച്ചില്ല. പക്ഷെ അതൊക്കെ ഞാൻ സ്വീകരിക്കുന്നുണ്ട് കേട്ടോ, അതൊക്കെ പറയുന്നത് സ്വീകരിക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് പേര് നല്ലത് പറയുന്നുണ്ട്. മോശം പറയുന്നവർ, ഇപ്പോൾ ഞാൻ ഇടുന്ന കോണ്ടന്റിൽ ഞാൻ അത് ചെയ്തത് തെറ്റായി, അപ്പോൾ ആ കാര്യം പറഞ്ഞത് ഇതല്ല, അത് നമ്മൾ ഇപ്പം കൺവേ ചെയ്ത വേ ക്ലിയർ അല്ല, അല്ലെങ്കിൽ ക്യാമറ ക്വാളിറ്റി കുറവാണ്, നമ്മൾ ഇടുന്ന കോണ്ടന്റിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ ആ പോരായ്മകൾ പറയുന്നത് ഇറ്റ്സ് ഓക്കെ. അല്ലെങ്കിൽ ഇപ്പോൾ ഇട്ട കോണ്ടന്റിന് ആ ഒരു കോണ്ടന്റ് അല്ലെങ്കിൽ ആ ഒരു ഇത് ഇത്ര വല്ല വാലിഡ് ആയിട്ട് തോന്നുന്നില്ല, നെക്സ്റ്റ് ടൈം ചെയ്യൂ എന്നൊക്കെ പറയുന്നത് ഓക്കെ. പക്ഷേ
അല്ലാണ്ട് നമ്മൾ ടീസ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അവരുടെ അടുത്തൊക്കെ എനിക്ക് പ്രത്യേകിച്ചൊന്നും വലുതായിട്ട് പറയാനില്ല. സോ എൻ്റെ ഈ ഒരു വർഷം വരെ ഞാൻ പോകുന്നു. ഇപ്പം 270 സംതിങ് യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സ് എനിക്കുണ്ട്. പക്ഷേ ഞാൻ ഇവിടെ കൊടുത്തേക്കാം, അതിനകത്തുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന വ്ളോഗിലിടുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത 80% ആൾക്കാരും എൻ്റെ വ്ളോഗ് കാണുന്നുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ. പിന്നെ എൻ്റെ വ്ളോഗ് ഞാനാണെങ്കിൽ നിങ്ങൾക്ക് വ്ളോഗ് ഇഷ്ടമില്ല അല്ലെങ്കിൽ ഇതൊക്കെ ഓവറാണ് എന്ന് പറയുന്നവരോട് എനിക്കൊന്നും പറയാനില്ല ഗൈസ്. എനിക്ക് പുച്ഛം മാത്രമാണ് അവരുടെ അടുത്തുള്ളത്. പിന്നെ ആദ്യമൊന്നും ഞാൻ റെസ്പോണ്ട് ഒന്നും ചെയ്ത് തുടങ്ങാല്ലേ, ആദ്യം ഇവരൊക്കെ പറയുമ്പോഴത്തേക്കും എനിക്ക് എനിക്കൊരു നമ്മുടെ കംഫേർട്ട് സോണിനെ ബ്രേക്ക് ചെയ്യും ഇവർ, അങ്ങനെ തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഞാൻ നല്ല റെസ്പോണ്ടൊക്കെ എന്ത് ചെയ്യണം, ഇങ്ങനെ ചെറുതായിട്ടൊക്കെ റെസ്പോണ്ട് ചെയ്യാറുണ്ട്. പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ അവരെന്നങ്ങനെ കണ്ടിട്ടില്ലെങ്കിലും, അവരെന്ന് പറയുമ്പോൾ ഒരു ഹ്യൂജ് ആൾക്കാരൊന്നുമില്ല ഗൈസ്. ഒരു 10 പേരെടുക്കുകയാണെങ്കിൽ 8 പേരും എന്നെ നല്ലോണം സപ്പോർട്ട് ചെയ്യുന്നില്ല. 2 ആൾക്കാരായിരിക്കും എന്നെ ഇങ്ങനെ പറയുന്നത്. പക്ഷേ ഈ പറയുന്ന 2 ആൾക്കാരും അവർക്ക് അങ്ങനെ ആണോ അല്ലെന്ന് എനിക്കറിയാം, പക്ഷെ എനിക്ക് എൻ്റെ ഫ്രണ്ട്സ് ആണല്ലോ. സോ ഒരു വർഷമാവാൻ പോകുന്നു എൻ്റെ യൂട്യൂബ് ജേർണി. ഇത് പ്രത്യേകിച്ച് കോണ്ടന്റ് ഒന്നുമില്ല. ഇനി നാളെ പറയും ഇയാളുടെ അടുത്തെല്ലാം പറയും ഇയാളെ അടുത്ത് യൂട്യൂബിൽ ഇടുവടേ എന്നൊക്കെ ചോദിച്ച് വരണവരെടുത്ത് ഇടാതിരിക്കും. സോ നിങ്ങൾക്ക് ഞാൻ ആരെയും ഫോഴ്സ് ചെയ്തിട്ടില്ല എൻ്റെ അത് കാണാൻ വേണ്ടി. കാണുന്ന ആരെയും, അൺലെസ് യു ആർ മൈ ക്ലോസ് പീപ്പിൾസ്. ലൈക്ക് അനുവിനും അബിക്കും ഗ്ലോറിക്കും അച്ഛനൊക്കെ ഇവർക്കൊക്കെ ഞാനിങ്ങനെ അയച്ചു കൊടുക്കും. കുഞ്ചിനൊക്കെ കാണുന്നിരുന്ന് പറയും. അത് എന്തെന്ന് വെച്ചാൽ എനിക്ക് ഗൗരി അതൊക്കെ കുറച്ച് ആൾക്കാരുണ്ട് ഗൈസ്. എനിക്ക് പേരിങ്ങനെ എടുത്തെടുത്ത് പറയുമ്പോൾ MJ പേരെടുത്തെടുത്ത് പറയുമ്പോഴത്തേക്കും കുറേ ഒരു ലിസ്റ്റ് വരും. എൻ്റെ വീട്ടിൽ എൻ്റെ അനിയത്തി എല്ലാവരും അമ്മ എല്ലാവരും കാണാറുണ്ട്. സോ ഞാൻ പറഞ്ഞില്ലേ, ഫോഴ്സിന് കുറച്ച് വരെ ഉള്ളൂ. കാരണം എന്ന് വെച്ചാൽ ദേ വിൽ ഗീവ് മി ജെന്യൂൻ റിപ്ലൈസ്. എന്ന് വെച്ചാൽ ഇതിപ്പോൾ നീ ഇത് കൊള്ളാം, നീ ഇപ്പം ഇതും കൂടെ ഇൻക്ലൂഡ് ചെയ്യണം എന്ന് ജെന്യൂൻ റിപ്ലൈസ് പറയുന്നവരെ മാത്രം ഞാൻ ഫോഴ്സ് ചെയ്തിട്ടുള്ളൂ. അല്ലാതെ ഞാൻ ആരെയും ഫോഴ്സ് ചെയ്യുന്നില്ല എൻ്റെ ഇത് കാണാൻ വേണ്ടിയിട്ട്. അപ്പം സ്വന്തം ഇഷ്ടപ്രകാരമാണല്ലോ കാണുന്നത്. കാണുമ്പോൾ പിന്നെ യൂട്യൂബിലെടുത്തിടുവടെ എന്നൊക്കെ ചോദിച്ച് വരണവരെടുത്ത് ഇടുമായിരിക്കാം, ഇടത്തില്ലായിരിക്കാം. പിന്നെ ഓക്കെ. പിന്നെ ഗൈസ് ഞാൻ ഫേസ് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നില്ല. ഇപ്പം നമ്മൾ ചെറിയ യൂട്യൂബ് ക്രിയേറ്റേഴ്സ്, ചെറുതായിട്ട് വന്നിരിക്കുന്ന ക്രിയേറ്റേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ എന്ത് ചെയ്താലും അതിൻ്റെ അകത്ത് കുറച്ച് കുറ്റം കണ്ടുപിടിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ ചുറ്റിനുള്ളവർ. സോ അതുകൊണ്ട് നമ്മൾ ഒന്നും ചെയ്യാതെ അവർ പറഞ്ഞ മൈൻഡ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. എൻ്റെ ഈ ഒരു യൂട്യൂബ് ഞാൻ തുടങ്ങി, എൻ്റെ സ്റ്റാർട്ടിങ് എന്ന് പറയുമ്പോൾ യൂട്യൂബ് അല്ല, ഇൻസ്റ്റയും അല്ല, ടിക്ടോക്ക് ആയിരുന്നു എൻ്റെ സ്റ്റാർട്ടിങ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ എനിക്ക് ആക്ടിങ്ങിൻ്റെ ABCD അറിയില്ല. ഞാൻ ചുമ്മാ ക്യാമറ ഓണാക്കി വെക്കും, ആക്ട് ചെയ്തും പോവും. പക്ഷേ എനിക്ക് കൊള്ളാൻ തോന്നുന്നത് ഞാൻ അപ്ലോഡ് ചെയ്യാറുമുണ്ട്. അതിപ്പം വേറെ ആര് കൊള്ളത്തില്ലെന്ന് പറഞ്ഞാലും എനിക്കത് കൊള്ളാമെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യും. പിന്നെ എനിക്ക് ആക്ടിങ്ങിൻ്റെ ABCD ഒന്നും അറിയില്ല. അപ്പോൾ ടിക്ടോക്കിലാണ് ചെയ്തു തുടങ്ങിയത്. പിന്നെ അത് ഇൻസ്റ്റയിലോട്ടായി. ഇൻസ്റ്റയിൽ ഇങ്ങനെ ചെയ്ത് വന്നപ്പോഴത്തേക്കും ഞാനിങ്ങനെ മറ്റ് ഫോളോവേഴ്സിനെ നമ്മൾ ഇത്ര പേരെ ഫോളോ ചെയ്യണം, ഇങ്ങനെ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. നിങ്ങൾ ഈ അക്കൗണ്ടിലുള്ള എല്ലാവരും 10 പേരെ ഫോളോ ചെയ്യണം, അപ്പോൾ ആ 10 പേര് നിങ്ങൾ ബാക്ക് ഫോളോ ചെയ്യണം, അങ്ങനെ പറഞ്ഞ് കുറച്ച് കളികളുണ്ടല്ലോ ഇൻസ്റ്റയ്ക്കകത്ത്. പണ്ട് നമ്മൾ ഇൻസ്റ്റ ട്രെൻഡിങ് ആയ ടൈമിൽ, ഇപ്പം അതൊന്നും കാണലില്ല ഞാൻ. അങ്ങനെയൊന്നും കയറ്റിയ ഫോളോവേഴ്സ് അല്ലായിരുന്നു. നോക്കിയപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഫോളോവേഴ്സ് കൂടി വരുന്നു. അപ്പം എനിക്ക് കുറേ കൂടി ഇങ്ങനെ എന്ന് വെച്ചാൽ 200 ഫോളോവേഴ്സിലായിരുന്നു ഞാൻ. പെട്ടെന്ന് നോക്കിയപ്പോൾ ഒരു 1.5K ഒക്കെ ആകുമ്പോഴത്തേക്കും എനിക്കൊരു ഭയങ്കര ഹ്യൂജ് ഗ്രോത്താണ് ഗൈസ്. അപ്പം ഞാനിങ്ങനെ വീഡിയോസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പിന്നെയാണ് യൂട്യൂബ് പ്ലാറ്റ്ഫോം വരുന്നത്. ഇതുവഴി വന്നിട്ട് എനിക്ക് പ്രൊമോഷൻ കിട്ടിയായിരുന്നു ഒരു പ്രോഡക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, ഞാൻ ചെയ്യുന്ന കാര്യത്തിൽ ഞാൻ ഹാപ്പിയാണ്. പിന്നെ ഗൈസ്, ഞാൻ ലൈഫിൽ പഠിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് ഹാപ്പിയായിട്ട് തോന്നുന്ന എന്ത് കാര്യങ്ങളും നമുക്കത് ചെയ്യാം. നമുക്കത് പീസ് കിട്ടും, ഹാപ്പിയാണെന്ന് നമുക്ക് എന്ത് കാര്യങ്ങളും ചെയ്യാം. വരുന്ന ക്രിയേറ്റേഴ്സിനോട് എനിക്ക് പറയാനുള്ളത് ഇതിങ്ങനെ തന്നെയാണ്. നമ്മൾ എന്ത് ചെയ്താലും അതിന് കുറ്റവും പറയാനും ഒരാൾക്കൂട്ടം ആൾക്കാരാണ്, നല്ലത് പറയാനും ഒരു കൂട്ടം ആൾക്കാരാണ്. നമുക്ക് എന്താണോ ശരി നമ്മളത് ചെയ്തു പോകണം. സോ എനിക്കിപ്പോൾ ഈ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ട്. ഇത് ഞാൻ നൃത്തത്തിലോ ഞാൻ ലൈഫ് ലോങ് തുടരുമെന്നൊന്നും പറയണില്ല. എനിക്ക് ഇപ്പോൾ ഈ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നത് നല്ലതാണെന്നും ഈ പ്ലാറ്റ്ഫോം വേണം എന്നും എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ
ഒരുപാട് ഞാൻ ഇതിൻ്റെ ഈ ഒരു ജേർണിയിൽ ഞാൻ ഒരുപാട് സ്ട്രഗിൾസ് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെ നിൽക്കാൻ വേണ്ടി ഇത്രയും കുഞ്ഞൊരു വ്ളോഗറായി എനിക്ക് അത്യാവശ്യം നല്ലൊരു സ്ട്രഗിൾസും നല്ല കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാനത് മൈൻഡ് ചെയ്യുന്നില്ല. സോ 1 ഇയർ ആകുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഒരു വർഷം എൻ്റെ കൂടെ ഇരുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു ഒരു ബ്രാൻഡ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്, NA ഫാഷൻ ഹൗസ് എന്ന് പറഞ്ഞ്. ഒരു ഇതിൻ്റെ ഇടയിൽ കൂടെ പ്രൊമോഷൻ ചെയ്യുന്നതൊന്നും അല്ല, എങ്കിലും ഇൻസ്റ്റയിൽ ഒരു NA ഫാഷൻ ഹൗസ് എന്ന് പറയുന്ന സംഭവമുണ്ട്. ഡു ഗൈസ് ഫോളോ, ചെക്ക് ഇറ്റ് അപ്പ്. കുറച്ച് തിരക്കൊക്കെ ആയിട്ട് എനിക്ക് പ്രോഡക്റ്റ്സ് വീണ്ടും അതിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ യെസ്, ഐ വിൽ ഡു ഇറ്റ്. സോ അങ്ങനെയുണ്ട്. യെസ് ഗൈസ്, സോ ഇത്രയേ ഉള്ളൂ. എനിക്ക് കുറച്ച് ഈ ഒരു കാര്യം ഷെയർ ചെയ്യണമെന്ന് തോന്നി. ഒരു വർഷമായൊരു ഹാപ്പിനെസ് നിങ്ങളുടെ അടുത്തൂടെ പറയണമെന്ന് തോന്നി, അത്രയേ ഉള്ളൂ. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോസ് പുതിയ വീഡിയോസ് കാണണം എന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ എൻ്റെ വീഡിയോസ് എടുത്ത് വെച്ച് നോക്കുക. ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ദയവ് ചെയ്ത് കാണാതിരിക്കുക. എനിക്ക് അത്രേ പറയാനുള്ളൂ. പിന്നെ അതുപോലെ തന്നെ എനിക്ക് അറിയാത്ത യൂട്യൂബിൽ എനിക്ക് ഒട്ടും അറിയാത്ത ആൾക്കാർ എന്നെ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. മെൻസ്ട്രേഷൻ്റെ ഫസ്റ്റ് പീരീഡ്സിൻ്റെ വീഡിയോ ചെയ്യണം, അതുപോലെ ഹൈജീൻ്റെ വീഡിയോ ഒരു UTIയുടെ ഒരു വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതുപോലെ തന്നെ പുൽവാമ അറ്റാക്കിനെ പറ്റി ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഒരെണ്ണം ഞാൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഇങ്ങനെ സജഷൻസ് നിങ്ങളായിട്ട് തരുമ്പോൾ. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം എനിക്ക് അറിയാത്ത കുറച്ച് ആൾക്കാരുണ്ട്. അപ്പം അറിയാത്ത ആൾക്കാരിലും എത്തുന്നുണ്ടല്ലോ എന്ന് ഓർത്തിട്ടൊരു സന്തോഷമുണ്ട്. സോ അപ്പോൾ ഇത്രയുള്ള ഗൈസ്, എല്ലാവരും ഹാപ്പിയായി സന്തോഷമായിട്ടിരിക്കുക. നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി പുതിയൊരു വീഡിയോസ് വന്നിരിക്കും. ബൈ ബൈ, സീ യു.